നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. പഞ്ചാബിലെ ഏറ്റവും കരുത്തുറ്റ പാർട്ടിയായിരുന്നു ഒരു കാലത്ത് ശിരോമണി അകാലിദൾ. BJPയുമായി സഖ്യം ചേർന്നായിരുന്നു ശിരോമണി അകാലിദൾ ഭരണം നിർവഹിച്ചത്. എന്നാൽ ഒട്ടും സുതാര്യമല്ലാത്ത അഴിമതി നിറഞ്ഞ വലിയ ഗൂഢപദ്ധതികൾ, അതും ലഹരി മാഫിയ സംഘം പ്രവർത്തിച്ചിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു പഞ്ചാബ്. യുവാക്കളെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള തെറ്റായ സമീപനം കൊണ്ട് ശിരോമണി അകാലിദൾ ജനങ്ങളിൽ നിന്നും അകന്നു മാറി. അതിലെ പല നേതാക്കളും ആം ആദ്മിയിലേക്കും, ചിലർ BJPയിലേക്കും, മറ്റു ചിലർ കോൺഗ്രസിലേക്കും ഒക്കെ പ്രകാശ് സിംഗ് ബാദലിനോടും ബാദൽ കുടുംബത്തോടുമുള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ട് പോകുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ കർഷക സമരം വന്നതിന് ശേഷം രണ്ടാം മോദി സർക്കാർ കാലഘട്ടത്തിൽ ഹർസിമ്രത് കൗർ ബാദൽ എന്ന നിലവിലെ ബത്തിന്ദ MP അവർ കേന്ദ്രമന്ത്രിസ്ഥാനം ഉപേക്ഷിച്ച് നരേന്ദ്രമോദിയുമായി ഇടഞ്ഞുകൊണ്ട് മോദിയെ ശക്തമായി വിമർശിച്ചുകൊണ്ടാണ് ആ മന്ത്രിസഭ വിട്ടത്. അതിനുശേഷം പിന്നീട് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നടന്നെങ്കിലും ശിരോമണി അകാലിദളിന് കാര്യമായി ഒന്നും തന്നെ നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. അവർ ഭരിച്ചിരുന്നിടം അവർക്ക് അന്യമായിരിക്കുന്നു എന്ന് പൂർണ്ണമായി മനസ്സിലാക്കപ്പെട്ടു. എന്നാൽ ഇപ്പോൾ കോൺഗ്രസുമായി, പരമ്പരാഗത വൈരികളായിരുന്ന കോൺഗ്രസുമായി ഒരു സഖ്യത്തിന് ശക്തമായി ശിരോമണി അകാലിദൾ സമ്മർദ്ദം ചെലുത്തുകയാണ്. വാസ്തവത്തിൽ ശിരോമണി അകാലിദളിനെ ഒപ്പം കൂട്ടിയത് കൊണ്ട് കോൺഗ്രസിന് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ലെങ്കിലും വോട്ട് ശതമാനത്തിൽ നേരിയ പുരോഗതി ഉണ്ടാകും. കാരണം ഇപ്പോഴും 10 മുതൽ 15% വോട്ട് വരെ ശിരോമണി അകാലിദളിൻ്റെ പെട്ടിയിൽ വീഴുന്നുണ്ട്. സീറ്റുകൾ കഴിയുന്ന രീതിയിൽ നേടിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഇത്തരത്തിൽ ആ വോട്ട് ശതമാനം കൂടി കിട്ടിയാൽ കോൺഗ്രസിൻ്റെ വിജയം എളുപ്പമാകും. 117 സീറ്റുകളുള്ള പഞ്ചാബിൽ ശിരോമണി അകാലിദൾ ചോദിക്കുന്നത് 40 സീറ്റുകളാണ്. സഖ്യത്തിൻ്റെ ഭാഗമായി നിന്നാൽ തങ്ങൾക്ക് 40 സീറ്റെങ്കിലും ഏറ്റവും കുറഞ്ഞത് വേണം. എന്നാൽ കോൺഗ്രസ് 20-നപ്പുറത്തേക്ക് കൊടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. അവിടെയാണ് ശിരോമണി അകാലിദൾ മറ്റൊരു പ്ലാൻ വരയ്ക്കുന്നത്. വിജയസാധ്യതയുള്ള അവരുടെ സിറ്റിംഗ് MLA മാർ ഉൾപ്പെടെയുള്ള ഏതെങ്കിലും 30 സീറ്റ് തന്നാലും തങ്ങൾ തൃപ്തരാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി, സഖ്യത്തിൻ്റെ ഭാഗമായി 5-6 സീറ്റുകൾ വരെ ചോദിക്കാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം, നിലവിൽ ഇപ്പോഴും ലോക്സഭയിൽ പഞ്ചാബിലെ ഏറ്റവും കൂടുതൽ MP മാർ കോൺഗ്രസ്സുകാരാണ്. 7 MP മാരാണ് പഞ്ചാബിൽ നിന്നും കോൺഗ്രസ് ടിക്കറ്റിൽ വിജയിച്ചത്. ശിരോമണി അകാലിദളുമായി സഖ്യം കൂടുന്നതിനെ പറ്റി പല കോൺഗ്രസ് നേതാക്കൾക്കും എതിരഭിപ്രായം ഉണ്ടെങ്കിലും ദേശീയ തലത്തിൽ കർഷക സമരത്തെ ശക്തമായി പിന്തുണച്ചു എന്ന ഒരൊറ്റ കാരണം മതി കോൺഗ്രസുമായുള്ള ഒരു കോമൺ മിനിമം പ്ലാറ്റ്ഫോമിന് അടിത്തറവാകാൻ. അതുതന്നെയാണ് വാസ്തവത്തിൽ ഇപ്പോൾ സാഹചര്യം ഒരുങ്ങുന്നത്. കോൺഗ്രസ് നേതൃത്വവുമായി സഖ്യം ചേർന്നുകൊണ്ട് 2027 അധികാരത്തിലേക്ക് വരാൻ കഴിയും എന്ന് ഹർസിമ്രത് ബാദലും അതുപോലെ തന്നെ അനുയായികളും ഒരുപോലെ ആലോചിക്കുകയാണ്.